തന്നെ ആക്രമിക്കാൻ CPIM യൂട്യൂബ് ചാനലുകൾ പണം കൊടുത്തു വാങ്ങിയിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. എന്നാലും എന്തിന്റെ പേരിലായിരിക്കും CPIMന് പ്രതിപക്ഷ നേതാവ് പറയും പോലെ കാശ് കൊടുത്ത് ആളെ വച്ച് അദ്ദേഹത്തെ എതിർക്കേണ്ടി വരിക? കഴിഞ്ഞ 9 വർഷക്കാലം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് മണിക്കൂറുകളോ ദിവസങ്ങൾക്കോ അപ്പുറം ആയുസില്ലാത്ത കള്ളങ്ങളല്ലാതെ കഴമ്പുള്ള എന്ത് വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഭരണകക്ഷിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്? ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെളിവുകളൊന്നുമില്ലാതെ പാതി വഴിയിൽ നിലച്ചുപോയി എന്ന് മാത്രമല്ല, പലതും ബൂമറാങ് ആയി മാറി. പലതും ഭരണകക്ഷിയുടെ തീരുമാനങ്ങളെ കൂടുതൽ ക്ലാരിറ്റിയോടെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നവയായി മാറുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാം ടീം വർക്കാണെന്ന് പലതവണ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയമായി ഭരണകക്ഷിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പലതിനും സ്വന്തം മുന്നണിയിൽ നിന്ന് പോലും പൂർണ്ണ പിന്തുണയില്ലാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ചരിത്രമാണ് VD സതീശന്റേത്. VD സതീശന്റെ മുന്നണിക്കകത്തെ ഏകാധിപത്യത്തിൽ വലിയൊരു വിഭാഗം അതൃപ്തരാണെന്ന് കൂടുതൽ തെളിയിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലുള്ള കോൺഗ്രസിലെ പ്രതികരണങ്ങൾ. കോൺഗ്രസിനെ ആകെ നാണം കെടുത്തുന്ന പരാതികൾ ഉയർന്നു വന്നതിന് പിന്നാലെ സ്വന്തം നോമിനിക്കെതിരെ മനോവേദനയോടെ പേരിനെങ്കിലും VD സതീശന് നടപടിയെടുക്കേണ്ടി വന്നത് നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയ. ഇനി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതൊന്ന് കണ്ടോളൂ. മണിക്കൂറുകളുടെ ഇടവേളയിൽ മാത്രം സ്വന്തം പാളയത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെ ഉയർന്നു വന്ന തെറിയ വിഷയങ്ങളിൽ ചിലത് മാത്രമാണ്. നേതാക്കളുടെ മൗനാനുവാദമില്ലാതെ ഇത് നടക്കാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് VD സതീശന് ആദ്യം സ്വന്തം അണികളെ താൻ തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവെന്ന് ബോധ്യപ്പെടുത്താൻ വല്ലതും ചെയ്യുന്നത് നന്നായിരിക്കും.